ട്രോളിംഗ് നിരോധന കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ മാതൃകയിൽ കേരളത്തിലും സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പ്രഹസനം മാത്രമാണെന്നും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. നാളെ അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമ്പോൾ പതിനായിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വറുതിയിലേക്ക് നീങ്ങുന്നത്. മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത 52 ദിവസമാണ് മുൻപിലുള്ളത്. മത്സ്യത്തൊഴിലാളിക്ക് പ്രത്യേക പാക്കേജ് തന്നെ അത് എല്ലാ വർഷവും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തികമായ പാക്കേജ് ട്രോൾ ബാൻ പീരീഡിൽ അവർക്ക് സാമ്പത്തികമായ സഹായം ലഭിക്കണം. തമിഴ്നാട്ടിലൊക്കെ ഒരു കുടുംബത്തിന് ഒരാൾക്ക് 5000 രൂപ വെച്ച് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് സൗജന്യ റേഷനാണ്. ഈ സൗജന്യ റേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ കുടുംബവും 70% BPL റേഷൻ കാർഡാണ്. അവർക്ക് ഇഷ്ടമായി റേഷൻ അരിയും ഗോതമ്പും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക സഹായം കിട്ടിയെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും റേഷൻ കാർഡിൽ എത്ര ആളുണ്ട് ആൾക്ക് വെച്ചെല്ലാം സാമ്പത്തിക സഹായം കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിരോധിത മാർഗത്തിലൂടെ മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെയും ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കണമെന്നും തൊഴിലാളികൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.